സ്കൂളിലെ ബഹളങ്ങളും സ്കൂൾ ബസ്സിലെ ബഹളങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി വരാൻ 5 മണിയെങ്കിലും കഴിയും. അപ്പോൾ നമ്മൾ 5 മണി 5:30 ആകുമ്പോഴാണ് നമ്മുടെ സ്കൂളിലെ ലാസ്റ്റ് ബസ് സ്കൂളിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ സ്കൂൾ ബസ് സ്റ്റാഫുകളെല്ലാം കൂടെ തീരുമാനിച്ചു, ഒരു ഈവനിങ് ഒരു വർക്കൗട്ട് പ്ലാൻ തയ്യാറാക്കി എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ കരുതി. അപ്പോൾ എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇനി ഉള്ള സമയങ്ങളിൽ മഴയില്ലെങ്കിലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഈ വർക്കൗട്ട് പ്ലാനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു ജോഗിങ് ഒക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മുടെ സ്കൂളിൽ തന്നെ പന്തെടുത്ത് കുറച്ച് ഷൂട്ടിംഗ് പ്രാക്ടീസ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ഇതൊന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും നല്ല വർക്കൗട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾ ബോഡി വർക്കൗട്ട് പോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഫുട്ബോൾ കളിച്ചു. അപ്പോൾ നമ്മൾ സ്കൂളിൽ തന്നെ കട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കട്ട് പോസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഫുട്ബോൾ കളിച്ചു. പിന്നീട് എല്ലാവരും മാറിയും തിരിഞ്ഞ് ലോങ് ഷൂട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ അനസിൻ്റെ വക ഷൂട്ടാണ് ഈ കാണുന്നത്. അനസ് പോസ്റ്റ് 2 പോസ്റ്റെങ്കിലും അനസിന് വേണമായിരുന്നു, അപ്പോൾ പോസ്റ്റിലേക്ക് അടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ടും നമ്മുടെ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോങ് റേഞ്ചറൊക്കെ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് ക്രിക്കറ്റ് കളിയിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ക്രിക്കറ്റ് കളിയും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും അറിയാവുന്ന രീതിയിൽ വൈകുന്നേരങ്ങളിൽ ക്രിക്കറ്റും കൂടി ഞങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പ്രിൻസ് വരുന്നത്. പ്രിൻസിന് അപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ പുള്ളി വന്നു, അവനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവൻ വന്ന് റെഗുലർ ജോഗിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് താമസിച്ചതുകൊണ്ട് എല്ലാവരും ഒരേ സമയത്ത് തന്നെ എത്തിയാലല്ലേ നമുക്ക് അതുപോലെ ഒരു വർക്കൗട്ട് പ്ലാനും ഒരു ഗെയിമിംഗ് പാറ്റേണൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ അതൊന്നുമില്ല. നമ്മൾ ആദ്യം വരുന്ന എത്ര പേരോ അത്രയും പേര് എന്നിട്ട് ക്രിക്കറ്റോ ഫുട്ബോളോ എന്താണെന്ന് വെച്ചാൽ കളിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ഓരോരുത്തർക്കായിട്ട് കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്ലാൻ തകരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ളവർ ബാറ്റും ബോളും ഒക്കെ എടുത്തിട്ട് വന്ന് ക്രിക്കറ്റോ ഫുട്ബോളോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് ചെയ്യണം പതിവ്. അപ്പോൾ എല്ലാവരും കഴിവതും നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.